എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടച്ചായയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിരട്ടച്ചായ. ആദ്യം നമുക്ക് പാലൊന്ന് ചായക്ക് വേണ്ട പാല് തിളപ്പിച്ചെടുക്കാം. പാലിവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൗവിൽ ചിരട്ട പാകാവുന്നുണ്ടെങ്കിൽ ഓക്കെ. എൻ്റെ ഇതിൽ ഇളകി കളിക്കും, അതുകൊണ്ടാണ് ഞാൻ അതുപോലത്തെ ഒന്ന് വെച്ചത്. ഇനി നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ഒരു ചിരട്ട. കണ്ണുള്ള ഭാഗം എടുക്കരുത്, മറ്റേ ഭാഗം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ണുള്ള ഭാഗം വേഗം വെച്ചാൽ അത് തീ പിടിച്ച് അവിടെ ഹോള് വരും. ഇങ്ങനെ ഇതാവുമ്പോൾ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിറയും വെള്ളം ഒഴിക്കേണ്ട, പാല് കൂടെ ചേർക്കുന്നില്ല. അരഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണം സ്റ്റൗ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് തീ വെക്കാൻ പാടില്ല. ഈ വെള്ളമുള്ള അത്രയും ഭാഗം മാത്രമേ നമ്മുടെ തീ എത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് തീ പിടിച്ച് ചിരട്ട കത്തിപ്പോകും. ഈ വെള്ളമുള്ള ഭാഗം വരെ വെച്ചാൽ തീ കത്തില്ല. വെള്ളം ചൂടാകുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ഏലക്ക, 1 ടീസ്പൂൺ ചായപ്പൊടി, ആവശ്യത്തിന് പഞ്ചസാര, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഫിറ്റ് ആവാത്തത് കൊണ്ടാണ്. സ്റ്റൗവിൽ ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ വളരെ ഇതിലും നേരത്തെ തന്നെ വെള്ളം തിളക്കേണ്ട ടൈമായി. ഇപ്പോൾ ഞാൻ ആ അടിഭാഗത്തുള്ളത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഇറുക്കി വെച്ച് പിടിച്ചിട്ടുണ്ട്. ചായ നല്ലോണം തിളച്ചു. ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗവിൻ്റെ തിരി കൂട്ടി വയ്ക്കണം. ഞാനിപ്പോൾ കൂട്ടി വയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ വെള്ളമുള്ള അത്രയും തിരി പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് വേഗം തിളച്ചിനി വരും. അപ്പോൾ സൈഡിൽ ഒരു പാത്രം നമ്മൾ വെച്ചിരിക്കണം. ഇതില്ലെങ്കിൽ ഇത് മറിഞ്ഞ് തൂകിപ്പോവും. തിളച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. അന്നേരം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെക്കണം. ഇതില്ലെങ്കിൽ ഇതിങ്ങനെ തിളച്ച് തൂകും. അപ്പം അടുത്ത് തന്നെ ഒരു പാത്രം നമ്മൾ വെച്ചിരിക്കണം. ഇതുപോലെ നല്ലവണ്ണം ഇത് തിളച്ച് തൂകും. അപ്പം നമുക്കിനി ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചിരട്ടച്ചായ കുടിച്ചു നോക്കി. വലിയ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ടേസ്റ്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അതിൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങയുടെ ആ ചിരട്ടയിൽ വെച്ചതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ചിരട്ടച്ചായയിൽ. നമുക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. എൻ്റെ ടേസ്റ്റ് അല്ലല്ലോ നിങ്ങളുടേത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. എന്നാലൊരു വെറൈറ്റി കഴിക്കാം.